ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തിയോട് ഒരു ക്രഷ് ഉണ്ടായിരിക്കാം, നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കും തിരിച്ച് ആ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങൾക്കുള്ളതുപോലെ, നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹം പോലെ ഒരു ഫീലിങ്സ്, ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ക്രഷ് എന്തുമായിക്കോട്ടെ അത് തിരിച്ച് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരു വ്യക്തി ഭയങ്കര ഇഷ്ടമായിരിക്കാം, സ്നേഹമായിരിക്കാം. ആ ഒരു പേഴ്സണ് തിരിച്ച് നിങ്ങളോട് ഒരു സ്നേഹമുണ്ടോ, ഒരു ഇഷ്ടമുണ്ടോ, ആ ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കാം. നമുക്ക് 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് തിരിച്ചു തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ക്രഷ് പോലത്തെ ഒരു ഫീലിങ്സ് ഒക്കെ അവർക്ക് തോന്നുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തിയോട് ഒരു ക്രഷ് ആയിരിക്കാം ഉള്ളത്. ആ സെയിം ക്രഷ് അവർക്കും തോന്നുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനൊക്കെ അവർക്ക് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുമായിട്ട് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് ഉള്ള എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവരിപ്പോഴും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കണമോ, ഇതിന് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് പ്രപ്പോസ് ചെയ്യണമോ എന്നൊരു കാര്യത്തിനൊന്നും അവർ ഇതുവരെ ഒരു കൺഫർമേഷൻ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആകുകയാണെങ്കിൽ അവർ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് പോകണമോ എന്ന് ചിന്തിക്കുന്നതിന് കാരണം കുറച്ച് കാര്യങ്ങൾ ഓക്കെ ആകാനുണ്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞല്ലോ. ആ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾ ഡിഫറെന്റ് കാസ്റ്റ് ആയിരിക്കാം, സാമ്പത്തികപരമായിട്ട് ഉയർച്ച താഴ്ചകളുള്ളവരായിരിക്കാം, എന്തൊക്കെയോ ഡിഫറൻസുകൾ, വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട്. ആ ഒരു വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഡീൽ ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തൊന്ന് ഓക്കെ ആക്കിയതിന് ശേഷം പ്രാക്ടിക്കലായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണമോ എന്ന് ചിന്തിക്കുന്നു. അതായത് ഇപ്പൊ പേരൻസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നേരിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ വന്ന് അപ്രോച്ച് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണമോ എന്ന് ചിന്തിക്കുന്നു. പിന്നെ വേറൊരു സൈഡിലൂടെ നിങ്ങളോട് ആദ്യം പറയാം, എന്നതിന് ശേഷം നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്നറിഞ്ഞതിന് ശേഷം ഒന്ന് മുന്നോട്ട് പോയാൽ മതി ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് എന്ന് അവർ ചിന്തിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈം തന്നെയാണ് ഈ ഒരു സമയം. പക്ഷെ അവർക്ക് ആ ഒരു ഡിസിഷനിലേക്ക് ഇതുവരെ അവർ എത്തിയിട്ടില്ല. യെസ് ഓർ നോ എന്ന് പറയാനുള്ള ഒരു ഡിസിഷനിലേക്ക്, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഷുവറായിട്ട് പോകണം എന്ന രീതിയിലൊരു ഡിസിഷനിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒരു ഫീലിങ്സ് ഒക്കെ അവർക്കുണ്ടോ, നിങ്ങളോട് സ്നേഹമുണ്ട്, ആ ഒരു സെയിം ഫീലിങ്സ് ഇവർക്കുണ്ട് എന്ന് കാണുന്നു. സ്നേഹമൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ ഓക്കെയാണ്, എല്ലാം ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ഗൈഡൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ
വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആളുകളാണ്, ഈ വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് ചാൻസ് ഉള്ള വ്യക്തികളാണ്, ഈ ഒരു ക്രഷ് ഉള്ള വ്യക്തികൾ എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നാച്ചുറലായിട്ട് ഓപ്പൺ ആയിട്ട് ഇടപഴകുകയാണെങ്കിൽ ഈ ബന്ധം പതിയെ പതിയെ ഒരു ഡീപ്പ് ആകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ കുറച്ചൊരു ചിലപ്പോൾ ഒരു ഈഗോ ഇട്ടൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അവരുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക, ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തികൾ ആയിരിക്കാം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാതിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ പുറകെ വരും, ആ ഒരു രീതിയിൽ ഇത് കണ്ടോ കേട്ടോ എന്നുള്ള രീതി വരും എന്ന രീതിയിൽ കുറച്ച് ഈഗോ ആയിട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നോർമലി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നാച്ചുറലായിട്ട്, വളരെ നാച്ചുറൽ പച്ചയായ ഒരു മനുഷ്യനായിട്ട് ആ വ്യക്തിയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് ഇടപഴകുകയാണെങ്കിൽ ഈ ബന്ധം പതിയെ 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 ഡീപ്പാകാനുള്ള ഒരു സാധ്യത വളരെ വലുതാണ് എന്നാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കായിട്ട് വരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഈ ഒരു വ്യക്തിക്ക് ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളോടുണ്ട്. ഇനി ഇവര് നെക്സ്റ്റ് അവരെന്താണ് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇനി അവരെന്താണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്ന കാർഡുകളിലൊക്കെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടമാണെന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് തിരസ്കരിച്ചു വിടുമോ? എനിക്കിങ്ങനെയൊന്നുമില്ല, ഞാനൊരു ഫ്രണ്ടിനെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു ബ്രദറായിട്ടാണ് കണ്ടത്, അത് സിസ്റ്ററായിട്ടാണ് കണ്ടത് എന്ന് പറയുമോ എന്നൊരു പേടി ഈ ഒരു വ്യക്തിക്കുണ്ട്. അതാണ് ഇവർ ഇതിനൊന്ന് ഡിലേ ആയി നിൽക്കുന്നതിന് കാരണം. എങ്കിലും അവര് നിങ്ങളോട് ഡയറക്റ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും മറ്റു വഴികളിലൂടെ നിങ്ങളെ അറിയിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ ലൈഫിൽ അടുത്തത് വരുന്ന ഒരു ഘട്ടമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. വളരെ കെയറിങ് തരിക, അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു, നിങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് നിങ്ങളോടൊപ്പം വരിക. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പ്രകടിപ്പിക്കാനായിട്ട് ഈ വ്യക്തി മുന്നോട്ട് വരും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വന്നിട്ട് അറ്റ് ലാസ്റ്റ് അവരത് കോൺഫിഡൻറ്റോടുകൂടി പോസിറ്റീവായിട്ട് മൂവ് എടുക്കും നിങ്ങളിലേക്ക് എത്താനായിട്ട്. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ള എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്ലോ ആയാലും ഒരു കോൺഫിഡൻറ്റ് നേടി അടുത്ത് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്തു നോക്കാം. ഈ ഒരു പേഴ്സൺ നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്ന ആക്ഷൻ എന്താണ്? ഈ ഒരു പേഴ്സൺ, നിങ്ങൾക്ക് ക്രഷ് തോന്നുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്ന ഒരു ആക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ 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 അപ്പോൾ ഇവിടെ ഇവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്. അപ്പോൾ അത് അവർക്കും അറിയാം. അതൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി ഈ ഒരു ഡിലേ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒത്തിരി ട്രോമാസ് ഒക്കെ ഫേസ് ചെയ്ത് വന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഒത്തിരി ട്രോമാസ് ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അവർ ശരിക്കും ഒരു ഇരുണ്ട ജീവിതത്തിലേക്ക് പോയി, ഒരു ഡിപ്രഷനിലേക്ക് പോയി തിരിച്ച് കരകയറി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഇവർക്കിടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി പറയുന്ന ഒരു വ്യക്തി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ വ്യക്തിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡുകളിൽ കിട്ടുന്നത്. പക്ഷെ എങ്കിലും അവരുടെ ഫാമിലിക്ക് അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു മൈൻഡ് സെറ്റൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് കുറച്ചൊന്ന് ലാഗ് വരും എന്ന് കാണുന്നുണ്ട്. പിന്നെ എന്താണെങ്കിലും നേരിട്ട് പ്രപ്പോസ് പറഞ്ഞ ഉടനെ നിങ്ങളുടെ ഇതിലേക്ക് വരാനായിട്ട് ഒരു ചാൻസ് കാണുന്നില്ല. പക്ഷെ ഗ്രാജുവൽ അപ്രോച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം അവരുടെ ആ ഒരു ആക്ഷന്റെ ഫലം എന്തായാലും പോസിറ്റീവ് ആയിരിക്കും എന്നാണ് നമുക്ക് കാർഡുകൾ കാണിച്ചു തരുന്നത്. അവര് സ്ലോ ആയിട്ട് വരും, പക്ഷെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് അടുത്ത് തന്നെ വരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അവർക്ക് നിങ്ങൾക്ക് ക്രഷ് തോന്നുന്ന ആ വ്യക്തിക്ക് ഒരു ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ഇനി കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും അവർ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യും എന്നുള്ളൊരു കാര്യവും നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഈ റീഡിങ്ങിൽ തന്നെ അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം, ഈ ഒരു പേഴ്സൺ എന്നെ അടുത്ത് പ്രപ്പോസ് ചെയ്തു, ഞാൻ എസ് എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇതൊരു ബ്രേക്കപ്പിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തകളുണ്ട് ആളുകളുണ്ടാകാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ റീഡിങ്ങിലൂടെ ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ മനസ്സ് വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളത് ആണ് നമ്മളിവിടെ നോക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നമ്മളിവിടെ നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഫയർ എനർജി വരുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ ഒരാൾ ചിലപ്പോൾ വെളിയിലായിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് എബ്രോഡ് വർക്ക് ചെയ്യുകയോ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാകാനൊരു ചാൻസ് ഉണ്ട്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം എന്നാണ് കാണുന്നത്. എന്തായാലും ഈ റിലേഷൻഷിപ്പ് പ്രപ്പോസ് ചെയ്ത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് തന്നെ പോകും. ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകും എന്നാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത്. ഇമോഷണലി നിങ്ങൾ നല്ല ബാലൻസ്ഡ് ആകും, സന്തോഷമായിട്ടിരിക്കും, ദീർഘകാലം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത ശക്തമായിട്ട് നമുക്ക് കാർഡുകളിലൂടെ കാണാൻ സാധിക്കുന്നു. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മ്യൂച്വൽ ഹാപ്പിനെസ്, ഇമോഷണൽ ബോണ്ടിങ് ഇതെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാനുകൾ ഉണ്ടാക്കും. പ്രാക്ടിക്കലായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് ആക്ഷൻസ് എടുക്കാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഒരുമിച്ചുള്ള സന്തോഷകരമായ മൂമെന്റ്സ്, സെലിബ്രേഷൻസ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടി ഒത്തിരി സെലിബ്രേഷൻസ് നടക്കും. ഈ ഒരു ബന്ധം ശരിക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം സ്ലോയും സ്റ്റഡിയുമായി മുന്നോട്ട് പോയാൽ ഭാവിയിൽ വളരെ സന്തോഷകരവും സ്ഥിരതയുള്ളതുമായ ഒരു ബന്ധമായിരിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും മുന്നോട്ട് പോയാൽ ഭാവിയിൽ വളരെ സന്തോഷകരവും സ്ഥിരതയുള്ളതുമായ ബന്ധം ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് കാർഡ് വഴി നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു റീഡിങ്ങിന്റെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒക്കെ ഒരു പാർട്ടായിരിക്കാം. ചിലവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടാവുള്ളൂ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം, അവർ പ്രപ്പോസ് ചെയ്ത സമയമായിരിക്കാം, ചിലവർക്ക് ഇത് വീണ്ടും നിങ്ങൾ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടാകാം, എന്നിട്ട് പിന്നെ വീണ്ടും പ്രപ്പോസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലെ ഏത് ഭാഗമാണ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് വളരെ സന്തോഷകരമായിട്ടും വളരെ പോസിറ്റീവായിട്ടുമുള്ള ഒരു റീഡിങ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കും വളരെ ഹാപ്പിയാണ് ഈ ഒരു റീഡിങ്ങിൽ, ഞാനും വളരെ ഹാപ്പി ആയിരിക്കുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി ഈ റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കെടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ക്ലൂസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 639 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. ടോക്കറ്റീവ്, വളരെയധികം സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നു. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നു. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നു. 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. സോഷ്യൽ വർക്കർ, ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ Y നമുക്കിവിടെ കിട്ടുന്നു.
അതുപോലെ തന്നെ ആർട്ടിസ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിരിക്കാം. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. മോൾ ഓൺ റൈറ്റ് ചീക്സ്, ഓക്കെ, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1979 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ചാൽഡിഷ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ചാൽഡിഷ് ഉള്ള സ്വഭാവമായിരിക്കാം. 1998 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 43 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ R കിട്ടുന്നു. 1983 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2001, 1987. നമുക്ക് കൂടുതൽ ക്ലൂസ് ഒക്കെ നമുക്കിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് കൂടുതൽ ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. 1 month, 1986, 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. ലെറ്റർ U നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 2 പാലക്കാട് ജില്ല, കൊല്ലം ജില്ല. നമ്പർ 13 കൈൻഡ്നസ്. ലെറ്റർ E, ലെറ്റർ L. നമ്പർ 9 നമ്പർ 30 ലെറ്റർ L. നമ്പർ 5 നമ്പർ 6. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.